കെ.പി.സി.സി അധ്യക്ഷൻ വി.എം. സുധീരൻ നയിക്കുന്ന ജനപക്ഷ യാത്രയ്ക്ക് ഇന്ന് കാസർഗോഡ് തുടക്കമാകും. മതേതര അക്രമരഹിത ലഹരി വിമുക്ത വികസിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ജനപക്ഷ യാത്ര. കേരളത്തിലെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തുന്ന യാത്ര ഡിസംബർ 9-ന് പാറശാലയിൽ സമാപിക്കും. ഇന്ന് വൈകിട്ട് 4-ന് കുമ്പളയിലാണ് ജനപക്ഷ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കെ.പി.സി.സി അധ്യക്ഷൻ വി.എം. സുധീരന് പതാക കൈമാറി യാത്ര ഉദ്ഘാടനം ചെയ്യും. മതേതര അക്രമരഹിത ലഹരി വിമുക്ത വികസിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തിയുള്ള യാത്ര ജനകീയ പ്രശ്നങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പരിപാടികളും യാത്രയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് ഐക്യം ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യവും യാത്രയ്ക്കുണ്ട്. ജനപക്ഷ യാത്രയ്ക്ക് സ്വീകരണം നൽകാനുള്ള ഒരുക്കങ്ങൾ കാസർഗോഡ് ജില്ലയിൽ പൂർത്തിയായി. ബഹുമാന്യനായ കെ.പി.സി.സി അധ്യക്ഷൻ ശ്രീ വി.എം. സുധീരൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജനപക്ഷ യാത്ര കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന രാഷ്ട്രീയ ചരിത്രത്തിൽ മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ പൊതുവായ രാഷ്ട്രീയ ചിത്രത്തിൽ തന്നെ വളരെ നിർണായകമായ ഒരു സംഭവമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി മുകുൾ വാസനിക്കും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. വൈകിട്ട് 6-ന് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് യാത്രയുടെ ആദ്യ ദിവസ സമാപനം നടക്കും. നാളെ ഉദുമ നിയോജകമണ്ഡലത്തിലെ സ്വീകരണം രാവിലെ 9 മണിക്ക് ചട്ടഞ്ചാലിലും ജില്ലാതല സമാപനം വൈകിട്ട് 3 മണിക്ക് തൃക്കരിപ്പൂരിലും നടക്കും. റിപ്പോർട്ടർ, കാസർഗോഡ്.